തുടങ്ങാം. ചില ആളുകൾക്ക് PCOD, PCOS അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിന്റെ പ്രോബ്ലംസ് കാണും. വീഡിയോ കണ്ട് കാണും. വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ ടിക്ടോക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ കുടിച്ചാൽ സെറ്റ്. ഏത്തക്ക വരെ കണ്ട വൈഫും കുഞ്ഞുമില്ലേ കാണണ്ട കേട്ടോ യൂട്യൂബിൽ. പാൽ എനിക്കിഷ്ടമല്ല. ഇത് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അത്യാവശ്യം കാലറീസ് എല്ലാം ബേൺ ആവും. എങ്കിലും ചിക്കൻ മേടിക്കാം. ഞാൻ ഹലാലിന്റെ ആളാണ്. ഇനി എക്സസൈസ് ടൈം ആണ്. ഫിറ്റ് ട്രീറ്റ് കപ്പിളിന്റെ എക്സസൈസ് വീഡിയോ കാണാം. ഓക്കെ, ഹലോ, ഹായ്, നമസ്കാരം. എല്ലാൻ്റെ ഡെയിലി ജേർണിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഇന്നൊരു വെയിറ്റ് ലോസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഈ അബവ് 30 കഴിയുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് 7 സീക്രട്സും കൂടെ പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ 7 സീക്രട്സ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ? അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ഓടിയിട്ട് വരാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 2000 സ്റ്റെപ്സ് എങ്കിലും ഇന്ന് കവർ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓടാം, എന്നിട്ട് ഫസ്റ്റ് സീക്രട്ട് എന്താണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഞാൻ 2200 സ്റ്റെപ്സ് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്തിനാ ഞാൻ ഇതൊക്കെ മോണിറ്റർ ചെയ്ത് നിങ്ങളോട് പറയുന്നതെന്ന്. നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ കുറേ പേര് വണ്ണം കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഒരാളാണ് ഞാനും. എബവ് 60 കവർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം എബവ് 60 കവർ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ടിൽ December 2 വരെയാണ് ലോക്ക്ഡൗൺ. വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ടൊന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫോട്ടോസ് ഇടുമ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു പറയും വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ ചേച്ചി, ബോറായിട്ട് വരുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ നേരത്ത് കുറേ പേര് സുംബ ട്രെയിനിങ് നടത്തിത്തരാം, അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കപ്പിൾസിൻ്റെ മെസ്സേജ് കിട്ടിയത്, ഫിറ്റ് ട്രീറ്റ് കപ്പിൾ. അപ്പോൾ അവർ എനിക്കൊരു ട്രെയിനിങ് ഒരു പാറ്റേൺ, അതായത് ഒരു ഡയറ്റ് പ്ലാൻ അയച്ചു തന്നു. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ അവർ കപ്പിൾസാണ്. ഇപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി അത് എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് 2 പേർക്കും പേഴ്സണലായിട്ട് അവർ ട്രെയിനിങ് ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് പ്ലാൻ തരും, വർക്കൗട്ട് എല്ലാം തന്നെ അവർ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലെന്നാണ്. അങ്ങനെ ഞാൻ ആ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ നമ്മൾ ഓൺലൈനിൽ ഒരു ഫിറ്റ്നസ് കോച്ചിനെ കണ്ടുപിടിക്കുക, നമുക്ക് പെർഫെക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ. ചില ആളുകളുടെ ബോഡി വെയിറ്റ് ഡിഫറൻസ് കാണും, അതുപോലെ തന്നെ ചില ആളുകൾക്ക് ലിഗമെന്റ് പ്രോബ്ലം കാണും, ചില ആളുകൾ PCOS, PCOD അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡ് ഒക്കെ ഫേസ് ചെയ്യുന്നവർ കാണും. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകതരം ഡയറ്റ് പ്ലാനിങ് ആയിരിക്കും, ചിലത് എടുക്കാൻ പാടില്ല. പിന്നെ ഷുഗർ പേഷ്യൻസ് കാണും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അവർ ചാർട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ബോഡിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളതെന്ന് ഞാൻ അവർക്ക് മെൻഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടല്ലോ, പ്രോപ്പറായിട്ട് നമ്മളൊരു ഫിറ്റ്നസ് ഓൺലൈൻ കോച്ചിനെ കണ്ടുപിടിക്കുക. കാരണം ഇപ്പോൾ ജിമ്മെല്ലാം ക്ലോസ് ആണ്, ഓൺലൈനിലല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സീക്രട്ട് അറിഞ്ഞല്ലോ. ഇനി സെക്കൻഡ് സീക്രട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് എക്സസൈസും കൂടി ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാം. അവർ പറഞ്ഞു തന്നിട്ടുള്ള രാവിലത്തെ എക്സസൈസും കഴിഞ്ഞു. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രിഫർ ചെയ്യാം. നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പ് മഴയൊക്കെയാണ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇൻഡോറിലാണ് എക്സസൈസ് എല്ലാം ചെയ്യുന്നത്. അത് അവർ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലാണ് അവർ നമുക്ക് ഏതൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണേണ്ടി വരുമായിരിക്കും. കുറേ പേര് ചോദിക്കാറുണ്ട്,
ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ. അപ്പം ഇപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ അത് കാണിക്കാൻ പോവാണ്. ഞാൻ രാവിലെ തൊട്ടിട്ടുള്ള എൻ്റെ റുട്ടീൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക. കുറഞ്ഞതൊരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ബെഡിൻ്റെ സൈഡിൽ തന്നെ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്നത്. എണ്ണിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യും. അതിന് ശേഷമേ ഞാൻ ഫ്രഷ്നപ്പ് ആകുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ റൈസിൻ ഇരിക്കുന്നത്. ഇത് ഞാൻ രാത്രിയിൽ ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. സോ അപ്പോൾ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനിത് നന്നായിട്ട് സ്ക്വീസ് ചെയ്യും എൻ്റെ കൈ കൊണ്ട് തന്നെ. എന്നിട്ട് ആ സ്ക്വീസ് ചെയ്ത വെള്ളത്തോട് കൂടി തന്നെ ഞാനിത് കുടിക്കും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ബോൺ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മുടെ തേർഡ് സീക്രട്ട്, ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്. അതെ, ഞാൻ കിങ്ങിനെ പോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർ ചാർട്ട് ചെയ്ത് തന്നിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു കോംപ്രമൈസും അവരും തരുന്നില്ല, ഞാനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഡയറ്റ് പ്ലാനിൽ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയൽസും പൾസസും മിക്സ്ഡ് ആണ്. പിന്നെ അത് മാത്രമല്ല രാത്രി അരച്ചു വെച്ചതിന് ശേഷമാണ് നമ്മളത് രാവിലെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക്കുമാണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസം മാറി മാറിയാണ് എൻ്റെ മീൽസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ചില ദിവസം ദോശ, അതുപോലെ തന്നെ ഇഡ്ഡലി, പുട്ട്, കടല, അതിൻ്റെ കൂട്ടത്തിൽ പയറ് കറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സജസ്റ്റ് ചെയ്യാം. പിന്നെ ഉപ്പുമാവ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നാൽ നമുക്ക് ബോറടിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഞാൻ കൂടുതലും മാക്സിമം ഞാൻ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ആ സമയത്ത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഇന്ത്യൻസ് അല്ല, അപ്പോൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാനും പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ ചിലപ്പോൾ ഓട്സ് ഒക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കും. ഞാൻ സാധാരണ ഫ്രൈഡേ എപ്പോഴും ഫാസ്റ്റിംഗ് ആണ് എടുക്കാറുള്ളത്. അപ്പം ഓട്സ് ഞാനപ്പോൾ ഫാസ്റ്റിംഗ് ഡേയുടെ അന്ന് പ്രിഫർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ നോട്ടീസ് ചെയ്തോന്ന് അറിയില്ല, ഞാൻ കോഫിയും ടീയും ഒന്നും എടുത്തിട്ടില്ല. കോഫിയും ടീയും ഒന്നും നമ്മുടെ ഈ ഡയറ്റ് പ്ലാനിൽ പാടില്ല. ഇഷ്ടമുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ പാല് കുടിക്കാം. പാൽ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പാലും എടുത്തിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുടിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഗ്രീൻ ടീ കുടിക്കാനാണ്. പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ട് കാണും. വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ ടിക്ടോക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10,000 മേലെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഡ്രിങ്കാണ് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴും ലഞ്ച് കഴിയുമ്പോഴും ഡിന്നർ കഴിയുമ്പോഴും കുടിക്കുന്നത്. ടിക്ടോക്ക് ഇപ്പോൾ അവിടെ ബാൻ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഒന്നും കൂടെ കാണിക്കുകയാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കേ, വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. ഇതെനിക്ക് സജസ്റ്റ് ചെയ്തത് മിഥിലയുടെ ഫ്രണ്ട് രഞ്ജിനി ചേച്ചിയാണ്. ലോക്ക്ഡൗൺ ടൈമിലാണ് ചേച്ചി ഇതെനിക്ക് പറഞ്ഞു തന്നത്. ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. അപ്പോൾ ഒരുപാട് പേര് ജീരകവെള്ളം കുടിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ക്യുമിൻ സീഡ്സ് ഇടുക. അതിനുശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മിൻറ്റ് ലീവ്സ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഒരു പീസ് ജിഞ്ചർ എടുത്ത് നന്നായിട്ട് ചതച്ച് അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബാക്കി വരുന്ന വെള്ളം കൂടെ നിങ്ങൾക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം. പിന്നെ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗ്രീൻ ടീയുടെ ബാഗ് ഇടാവുള്ളൂ. അതിന് മുമ്പേ ഗ്രീൻ ടീയുടെ ബാഗ് ഇടാൻ പാടില്ല. പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് ലെമണും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 5ാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതെനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിസ്സ, ബർഗറൊക്കെ നമ്മൾ എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനമല്ലേ. ചില സമയത്ത് നമുക്ക് ക്രേവിങ്സ് തോന്നാറുണ്ട് അല്ലേ. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നിർത്തിയപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മീറ്റ് അപ്പോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. വെജ് ഇഷ്ടമുള്ളവർക്ക് വെജ് കഴിക്കാം, ഇല്ലെങ്കിൽ നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് നോൺ വെജ് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ മേടിക്കുന്ന എന്തൊക്കെയാണ്, ഞാൻ ഏതൊക്കെ മീറ്റാണ് കഴിക്കുന്നത്, പ്രോസസ്ഡ് കഴിക്കാൻ പാടില്ല. അപ്പം ഞാൻ എവിടെ നിന്നാണ് മേടിക്കുന്നത് അതൊക്കെ ഒന്ന് നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. സാലഡ് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാനപ്പോൾ ഈ 2 പാക്കറ്റ് കൊടുക്കുകയാണ്. നമുക്ക് സാലഡ് കഴിക്കണ്ടേ. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ബോക്സിലുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഡ്രസ്സിങ്ങും ഉണ്ട്. എനിക്ക് സീസർ ഡ്രസ്സിങ്ങാണ് ഇഷ്ടം.
അപ്പോൾ ഞാനത് ഓൾറെഡി വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എപ്പോഴും ഈ ബ്രോക്കലിയാണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി നല്ലത് തന്നെയാണ്, പക്ഷേ തിങ് ഇസ് ഇത് കഴുകി വൃത്തിയാക്കി ടൈം ആകും. ഇവൻ പെട്ടെന്ന് നമുക്ക് ഗ്രിൽ ചിക്കൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ പെപ്പറും മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ബീൻസ് തോരൻ വെക്കാൻ പറ്റിയ ബീൻസാണിത്. പക്ഷേ ഇത് ഫോളിക് ആസിഡ് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റമിൻ സി നല്ലതായിട്ടുള്ളതാണ്. ഞാനിത് 3 ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് എടുക്കുന്നത് ഇതാണ്. ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് വൈറ്റ് ബ്രെഡ്. ഇതൊക്കെയാണ് ചിക്കൻ കറിയുടെ കൂടെയും അല്ലാത്ത കറിയുടെ കൂടെയൊക്കെ ടേസ്റ്റ് ഉള്ളത്. പക്ഷേ നമ്മൾ വീറ്റ് ബ്രെഡാണ് എടുക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്, സേഫ്. രാത്രിയിൽ ഇപ്പോൾ കുബൂസ് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. ചപ്പാത്തി എപ്പോഴും കഴിക്കണം എന്നില്ല. അപ്പം ഞാൻ വീറ്റ് ബ്രെഡാണ് സെലക്ട് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട് എവിടെ നിന്നാണ് കപ്പ കിട്ടുക. അതിപ്പോൾ കണ്ടില്ലേ, ടെസ്കോയിൽ നിന്ന് കപ്പ കിട്ടും. പക്ഷേ നമ്മുടെ ഡയറ്റിൽ ഇതൊന്നും സൈഡിൽ കൂടെ പോലും പോകരുത്. ചേമ്പുണ്ട്, വെണ്ടയ്ക്കുണ്ട്, വെണ്ടയ്ക്ക എടുക്കാം കേട്ടോ, ചേമ്പൊന്നും കൊണ്ടുവരണ്ട. അങ്ങനെ ഏത്തയ്ക്ക വരെയുണ്ട്. കണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വണ്ണം വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കാണിച്ചു തരാം. പൊറോട്ട ഇത് കഴിച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വണ്ണം വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ നേരത്ത് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ നമുക്ക് കിട്ടുകയുള്ളൂ, ഇവിടെ ഇങ്ങനെ കിട്ടത്തുള്ളൂ ഫ്രോസൺ ആയിട്ട്. ഇവിടുത്തെ പൊറോട്ട അടിക്കുന്നത് അത്ര കറക്റ്റ് അല്ല. അല്ലെങ്കിൽ നല്ല മലയാളി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇത് കഴിക്കാൻ നേരത്ത് നമ്മൾ ചിക്കൻ കറി പനീർ കറിയുടെ കൂടെ ഒക്കെ കൂടുതൽ കഴിക്കും. പ്രത്യേകിച്ച് ഇത് മൈദയാണ്. അപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി പാക്ക് ചപ്പാത്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ മേടിക്കും. പക്ഷേ അത് ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഇങ്ങനത്തെയൊക്കെ. അതുപോലെ തന്നെ സോസേജ്, ബർഗർ, ഇതെല്ലാം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ രീതികളും ഫുഡ് മേടിച്ചതൊക്കെ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തന്നു. ഇനിയും അത് പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഈ ചപ്പാത്തിയല്ല, ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി എങ്ങനെയാണ് കാണിക്കാം. ഓക്കെ, മെയിൻ കോഴ്സ് എപ്പോഴും ഞാൻ കുറച്ച് കളർഫുൾ ആക്കും. ചപ്പാത്തിയാണ് ഞാൻ ഉച്ചയ്ക്ക് പ്രിഫർ ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ 2 ചപ്പാത്തി ആയിരുന്നു, പിന്നെ അത് 1 ചപ്പാത്തിയിലേക്ക് മാറി. കൂടുതലും ഞാൻ സാലഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാലഡ്സ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധയ്ക്ക് എല്ലാ ദിവസവും കുക്കുംബർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് റണ്ണിങ് നോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. വീക്ക്ലി ട്വൈസ് മാത്രം എടുക്കുക. പിന്നെ കേർഡ് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. PCOD അല്ലെങ്കിൽ PCOSൻ്റെ പ്രോബ്ലം ഉള്ളവർ മാക്സിമം ആളുകൾ കേർഡ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഗ്രിൽഡാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫിഷ് ആണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും എനിക്ക് ബോൺലെസ് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ബോൺലെസ് ചിക്കൻ്റെ കൂട്ടത്തിൽ എപ്പോഴും സാലഡ്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പ്രോസസ്ഡ് മീറ്റ് ഇതൊരു കാരണവശാലും നമ്മുടെ മീൽ പ്ലാനിൽ ഉണ്ടാവാൻ പാടില്ല. നല്ല ചിക്കൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ടെസ്കോയിൽ നിന്ന് കാണിച്ചു തന്നു. മാക്സിമം പ്രോസസ്ഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. എടുക്കേണ്ട മീറ്റ് ഇങ്ങനത്തെ ആകുമ്പോൾ ഫ്രഷ് ആയിരിക്കും. ഇവിടെ ചിക്കനുണ്ട്, അതുപോലെ തന്നെ ബീഫുണ്ട്. ബീഫും പോർക്കൊന്നും നമ്മൾ കഴിക്കരുത്, ഓൺലി ചിക്കൻ മാത്രമേ ഉള്ളൂ, സ്പെഷ്യലി ബോൺലെസ്. അപ്പോൾ ബുച്ചേഴ്സിന് വേണമെങ്കിൽ മേടിക്കാം. ഇത് ഹലാലല്ല, ഹലാൽ വേണ്ടവർക്ക് ഹലാൽ യൂസ് ചെയ്യാം. ഞാൻ ഹലാലാണ് മേടിക്കുന്നത്. എന്തായാലും ഞാൻ ബുച്ചേഴ്സിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടുന്ന് മേടിക്കേണ്ടവർക്ക് ഇവിടുന്ന് വേണമെങ്കിലും ചിക്കൻ മേടിക്കാം. ഞാൻ ഹലാലിൻ്റെ ആളാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഫൈനലി ഞാൻ നമ്മുടെ ഹലാൽ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇതൊരു പുതിയ ഷോപ്പാണ്. എനിവേ, അപ്പോൾ ഞാൻ സാധനം മേടിക്കാൻ പോവാണ്. ചിക്കനാണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ മസാല ചെയ്യുന്നത് നമ്മൾ മലയാളി തന്നെ, മലയാളി ഇതാണ്. അപ്പം നമ്മുടെ 6ാമത്തെ സീക്രട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ പാർട്ടി എക്സസൈസ് എന്ന് വെച്ചാൽ എന്താ എന്നായിരിക്കും മിക്ക ആളുകൾക്കും അറിയാം. എന്നാലും ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ചില പാർട്ടി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിന്നർ പ്ലാൻ ചെയ്യുക, ചില ഹാപ്പി ന്യൂസ് കേൾക്കാൻ നേരത്തെ ചിലപ്പോൾ സ്വീറ്റ്സ് കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം എനിക്കും ഉണ്ടായി. അപ്പോൾ ഞാൻ അതിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, സ്വീറ്റ്സ് വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ചില സമയത്ത് ക്രേവിങ്സ് ഉണ്ടാവില്ലേ നമുക്ക് സാലറി കിട്ടുമ്പോൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഹാപ്പി ന്യൂസൊക്കെ കേൾക്കാൻ നേരത്ത്. പ്രത്യേകിച്ചും ഞാൻ ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് കേട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ബേബി ഗേൾ ജനിച്ചു, കീർത്തി ആൻഡ് ആദി. കൺഗ്രാറ്റ്സ് ടു ദം. സോ അപ്പം ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു പീസ് കേക്ക് മേടിക്കും. അപ്പോൾ കേക്ക് മേടിക്കുന്നത് എവിടെ നിന്നാണ് കാണണ്ടേ? വാ, ഞങ്ങളുടെ ഫേമസ് കേക്ക് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. കേക്ക് ബോക്സിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെയും തന്നെ. സോ വെയിറ്റിങ്ങിലാണ്. 2 പേർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കേക്ക്
കേക്കല്ല, കേക്ക് സ്ലൈസ് 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് മേടിച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും അവരുടെ ഹാപ്പിനെസ്സിൻ്റെ കൂട്ടത്തിൽ ഞാനും വീട്ടിലിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ കേക്ക് മേടിച്ചിരുന്നു. അപ്പോൾ കേക്ക് കഴിക്കാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് നമ്മൾ എക്സ്ട്രാ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന പാർട്ടിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം. നമ്മൾ എന്താ പറയുക, ഭയങ്കര സ്ട്രെസ് ഒന്നും ആവത്തില്ല. അയ്യോ നമ്മൾക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കൂടും, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കൂടും, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്യണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നത്. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ എനിക്ക് സംഭവിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ഫിറ്റ് ട്രീറ്റ് കപ്പിൾ അയച്ചു തന്നിട്ടുള്ള ഒരു എക്സസൈസ് വീഡിയോ ഉണ്ട്. ഈവൻ രാവിലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈവനിങ് വർക്കൗട്ട് ചെയ്യാൻ ഇപ്പം വേണ്ട, ഇല്ല, ഇനഫ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അറൗണ്ട് 6000 to 7000 സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുണ്ട്. ചെയ്യേണ്ട എന്നുള്ള ആളുകൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെയുള്ള പ്രീ പാർട്ടി ഒക്കെ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തിരിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പം അവരുടെ എക്സസൈസ് നമ്മുടെ ടി വിയിലിട്ട് കാണാം. ഓക്കെ, എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് ഒരു 11-11:30 ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എനി സീസണൽ ഫ്രൂട്ട് കഴിക്കാം. ജ്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈവനിങ് നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും നിങ്ങൾക്ക് ക്ഷീണം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ, അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് നിങ്ങൾ സീഡ്സ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഡേറ്റ്സ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ മാക്സിമം ടീ ആൻഡ് കോഫി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഫിറ്റ് ട്രീറ്റ് കപ്പിളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടാണ് നമ്മളെ മോണിറ്റർ ചെയ്യുന്നത്. നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വൈകിയാൽ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കും എന്താണ് ലേറ്റ് ആയത്, ഇന്ന് എന്തൊക്കെ ഫുഡാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, ബിക്കോസ് നമ്മളുടെ ഒരു ടൈം ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് അവരൊരു സൂം മീറ്റിംഗും അറേഞ്ച് ചെയ്യും. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. കേൾക്കാമോ? എന്താ ലേറ്റ് ആയോ? വർക്കൗട്ടൊക്കെ ഉഷാറായി പോകുന്നുണ്ട്. ഇന്ന് ഞാൻ അറൗണ്ട് 8,000 മേലെ കവർ ചെയ്തു 4 o'clock ആയപ്പോഴത്തേക്ക്. സോ അപ്പൊ ലിഗമെന്റിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് എന്താ സ്പെഷ്യൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഉണ്ടോ? അധികം ബോഡി അളക്കാതെ ബോഡി വെയിറ്റ് എക്സസൈസ് വെച്ചിട്ടാണ് ട്രെയിനിങ് കൊടുക്കും. സഡൻ മൂവ്മെന്റ്സും സഡൻ ജമ്പിങ് കാര്യങ്ങൾ അവർക്ക് പറ്റില്ല. അവരെ സ്ട്രോങ് ആക്കി നമ്മൾ ബിൽഡ് ചെയ്യും. ലാസ്റ്റ് സീക്രട്ട് അറിയാൻ നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഒന്നുമില്ല, നന്നായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങുക. മിനിമം ഒരു 8 hours സ്ലീപ്പെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പം എനിക്ക് അത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോകും. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള സീക്രട്സ്. എൻ്റെ 7 സീക്രട്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ഇത് സീക്രട്സ് ഒന്നുമല്ല, ഒരു ഹെൽത്തി ലിവിങ് ആണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, എനിക്കതിന് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യാമെന്ന്. ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഫിറ്റ് ട്രീറ്റ് കപ്പിളിനെ കോൺടാക്ട് ചെയ്യുക. കപ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. ഇതിനകത്ത് ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യ, US, UK US അതുപോലെ തന്നെ സിംഗപ്പൂരുള്ള കസ്റ്റമേഴ്സ് അവർക്ക് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ടൈമിനനുസരിച്ച് തന്നെയാണ് അവർ ചാർട്ട് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുക. എൻ്റെ ബോഡിക്ക് പറ്റിയൊരു എക്സസൈസ് പ്ലാനാണ് അവർ എനിക്ക് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല നല്ല കമൻസും അയയ്ക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി, ഡു വർക്ക് ഔട്ട് ഫ്രം ഹോം. ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.